ഹലോ, ഹെഡ്മെയിലോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. ഇന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടെ നിങ്ങളിൽ ചിലർക്കെങ്കിലും തോന്നിയേക്കാം ഇതെന്തോ വട്ടാണ് ഈ പറയുന്നത്. ഓ പിന്നെ വേറെ പണിയില്ലേ, അല്ലെന്നുണ്ടെങ്കിൽ തമാശ പറയുന്നു, ഇങ്ങനെയൊക്കെ തോന്നിയേക്കാം. പക്ഷേ ഞാനിത് ചെയ്യുന്നതാണ് കേട്ടോ. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് കുറച്ച് കാന്താരികളുണ്ട് ഇപ്പോൾ. അത് കാന്താരി തൈകള് ചിലതിലൊക്കെ പേരിനും വേണ്ടി ഒന്നോ രണ്ടോ കാന്താരിയൊക്കെ ഉണ്ട്. എന്നാൽ നല്ല വളർച്ചയുണ്ട്. ചിലതാണെങ്കിൽ പൂത്തിട്ട് പോലുമില്ല. നല്ല വളർച്ചയൊക്കെ ഒന്നുണ്ട്. ഞാൻ നേരത്തെ എൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതൊന്നും പൂക്കുന്നില്ല. ഇത് നിർത്തിയിട്ടും കാര്യമില്ല. ഇനി വെട്ടിക്കളഞ്ഞെങ്കിലേ കൊള്ളത്തുള്ളൂ. വെറുതെ എന്തിനാ നിർത്തുന്നേ? എന്നാ വളം കൊടുക്കുന്നുണ്ട്. എല്ലാം ഉണ്ട്. നല്ല വളർച്ചയുണ്ട്. നല്ല ഒരാൾ പൊക്കത്തിലൊക്കെ വളർന്നിട്ടുണ്ട്. ഇനി ഒരാൾ പൊക്കമൊന്നുമില്ല. പറഞ്ഞൊന്ന് ഫ്ലോയ്ക്കങ്ങ് പറഞ്ഞതാ. അപ്പം ചിലതിൽ പേരിന് വേണ്ടി ഞാൻ ഇന്ന മുളകാണേന്ന് അറിയിക്കാൻ വേണ്ടി ഒന്നോ രണ്ടോ മുളക് കാണും, പിന്നില്ല. ഞാൻ ഇവരെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് ഡെയിലി പോയി ഇവരുടെ നിന്ന് കാര്യം പറയും കേട്ടോ. അത് നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ നീ പൂക്കാത്ത, എന്നൊക്കെ ഇങ്ങനെ നിന്നാ മതിയോ? കാണ്ടേ നിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഇവിടെ നല്ലതുപോലെ പൂത്ത് നിൽക്കുന്നത് കണ്ടില്ലയോ? നിനക്കും ഇതുപോലെ പൂക്കണ്ടേ? ഇനി പൂത്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ വെട്ടിക്കളയും കേട്ടോ. ഇങ്ങനെയൊക്കെ സംസാരിക്കും. നിങ്ങള് എന്തൊക്കെ ചെയ്തിട്ടും ചെടികൾ പൂക്കുന്നില്ല, കൈബലം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. ഒരു 4-5 ദിവസം ആകുമ്പോഴത്തേക്കും ദാ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു മുട്ടുകൾ വന്നു തുടങ്ങും. അതിശയമാണ് എനിക്ക്. ഒക്കെ പറഞ്ഞാലും ഈ ചിലരൊക്കെ പറഞ്ഞേക്കാം വട്ടാണെന്നെങ്കിലും എനിക്ക് വട്ടാണെന്ന് തന്നെ ഇരിക്കട്ടെ. ഈ ഒരു കാര്യത്തില് ഞാൻ സംസാരിക്കും. സംസാരിച്ച് എന്റെ ചെടി മുളകുകളെ ഞാന് പൂ വരുത്തിയതാണ്. എന്നാൽ വളം കൊടുക്കുന്നുണ്ട്, വെള്ളം കൊടുക്കുന്നുണ്ട്. എന്നിട്ടും ഒരു ഗുണവും ഇല്ലാത്തപ്പോഴാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. എന്നാൽ ഇന്ന് എനിക്ക് നല്ല രീതിയിൽ അതിനകത്ത് കാന്താരിയൊക്കെ ഉണ്ട് കേട്ടോ. പല രീതിയിലുള്ള പല തൈകളാണ് ഞാൻ പാകിയത്. ഈ യൂട്യൂബ് വീഡിയോസിൽ ഞാൻ പല വ്ളോഗിലായിട്ട് ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. പാകുന്നതും തൈ വിരിച്ച് നടുന്നതും ഉണ്ടമുളക്, വെള്ളമുളക്, കാന്താരി, വറ്റൽമുളക് ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് ഞാൻ പാകിയത്. എല്ലാം കൂടെ മാറ്റി നട്ടു. ഏതാന്ന് വളർന്നു വരുമ്പോ അറിയാലോ നമുക്ക് അങ്ങനെ. അപ്പൊ ഞാനിത് ഇങ്ങനെ സംസാരിച്ച് പൂത്ത് വന്നയാന്നൊക്കെ പറയുമ്പോ എന്റെ ഹസ്ബൻഡ് കളിയാക്കും കേട്ടോ. പുള്ളിക്കാരൻ പറയും എനിക്ക് നീ ഒരു കാര്യം ചെയ്യും. കാരണം എന്റെ വീടിന്റെ എല്ലാ സൈഡും റബ്ബറാണ് കേട്ടോ. കാരണം അയൽവക്കക്കാരുടെ റബ്ബറാണ്. അപ്പൊ എനിക്ക് അധിക സ്ഥലമില്ല കൃഷി ചെയ്യാനായിട്ട്. വെയില് കിട്ടുന്ന ഈ ഒറ്റ ഒരു സ്ഥലമേ ഉള്ളൂ. അപ്പൊ അവിടാണ് ഞാനിതെല്ലാം ഇപ്പൊ സ്ഥലം മാറ്റി വെച്ചിരിക്കുന്നത്. ആദ്യം ഫ്രണ്ട് മുറ്റത്തായിരുന്നു. പിന്നെ അവിടുന്ന് സ്ഥലം മാറ്റി വേറെ സ്ഥലത്തോട്ടാക്കി. അന്നേരം പുള്ളിക്കാരൻ പറയും നീ ഈ ഒരു കാര്യം ചെയ്യ്, അപ്പൊ പറയുന്നത് അനുസരിക്കുമെന്നുണ്ടെങ്കിൽ ദാണ്ടാ റബ്ബറിന്റെ അടുത്തൊക്കെ പറ. എന്തിനാ ഇങ്ങനെ ഇല കൊഴിയുന്നത്? അല്ലെ എന്തിനാ ഇങ്ങനെ എനിക്ക് കൃഷി ചെയ്യാൻ സ്ഥലമില്ലാതെ വളർന്നു വരുന്നത്? നിങ്ങൾക്കൊന്ന് വളർച്ച നിന്നൂടെന്നൊക്കെ അതങ്ങടുത്ത് സംസാരിക്കുന്നു. കളിയാക്കുന്നതാണ് കേട്ടോ. പക്ഷെ എത്രയൊക്കെ കളിയാക്കിയാലും എന്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യമാണ്. ഞാന് പൂക്കാത്ത എന്റെ മുളകും തൈകളെ ഞാൻ സംസാരിച്ച് ആ എന്താണ് പൂ പൂ വരുത്തിയതാണ്. മലയാളം വാക്ക് കിട്ടുന്നില്ല കേട്ടോ. പെട്ടെന്ന് എന്തോ പറയണ്ടേന്ന്. അപ്പം വെള്ളക്കാന്താരി ഒക്കെയാന്ന് എനിക്ക് കണ്ടാൽ പറിക്കാൻ തോന്നത്തേയില്ല. പക്ഷെ ഇത് വിൽപ്പന അടിസ്ഥാനത്തിലൊന്നും എനിക്കില്ല. കാണുമ്പോൾ ഒത്തിരി പോലെ തോന്നുന്നുണ്ട്. ഞാൻ എല്ലാ ആഴ്ചയിലും ഇതുപോലെ പറിച്ച് ഫ്രിഡ്ജിനകത്ത് വെക്കും. എല്ലാ ദിവസവും പോയി അതിനെ നോവിക്കത്തില്ല. ആഴ്ചയിൽ ഒരിക്കല് എന്റെ വീട്ടാവശ്യത്തിനുള്ളത് ഈ മുളകിനെ ഞാന് ബൾബ് മുളകെന്നാ പറയുന്നത് കേട്ടോ. ബൾബ് പോലെ നിൽക്കുന്ന ഒരു മുളക്. ഇതിന് ഭയങ്കര എരിയില്ല. അപ്പൊ ഇതൊരു നല്ല വെറൈറ്റിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അത് കാണാൻ. നല്ല ഭംഗിയല്ലേ ബൾബ് പോലെ നിൽക്കുന്നത്. അപ്പൊ ഓരോ ആഴ്ചത്തേക്കും ഉള്ളത് ഞാൻ പറിച്ച് ഫ്രിഡ്ജിൽ വെക്കും. ഇപ്പൊ ഏകദേശം ഒരു മാസത്തോളമായി വീട്ടിൽ പച്ചമുളക് മേടിക്കുന്നില്ല. തോരനുകൾക്കും കറികൾക്കും ഒക്കെ ഇതാണ്. ഞാൻ ഉച്ചയ്ക്ക് ആഹാരത്തോടൊപ്പം പച്ചമുളക് കാന്താരി കഴിക്കാറുണ്ട് കേട്ടോ. ആ നല്ല എരിയുണ്ട്, എന്നാലും ഞാൻ കഴിക്കും. എനിക്ക് പണ്ട് കുഞ്ഞിലെ തൊട്ടേ ഉള്ള ശീലമാണ്. അപ്പൊ ഞാൻ വളമായിട്ട് കൊടുക്കുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ജൈവവളമാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ സ്പെഷ്യലായിട്ട് ജൈവവളം ഉണ്ടാക്കുന്ന വീട്ടില് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചതാണ്. അന്നേരമാണ് എന്റെ ലാപ്ടോപ്പ് കേടായെന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ വീഡിയോ മൊത്തത്തിൽ പോയി. എനിക്ക് കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല. ഇനി ഒന്നേന്ന് ഞാൻ എടുത്തു തുടങ്ങണം. അപ്പൊ ഞാനൊരു വ്ളോഗില് കാണിച്ചിരുന്നു ചകിരിച്ചോറ് മേടിച്ചിട്ട് ഞാൻ കുതിർത്തിട്ട് ഉണക്കിയെടുക്കുന്നത്. ആ ചകിരിച്ചോറ് ഉണക്കിയെടുത്ത് ഒരു ചാക്കിനകത്ത് കെട്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു ഡ്രമ്മിലോ ബക്കറ്റിലോ നമ്മുടെ വേസ്റ്റുകൾ ഇടുക. വേസ്റ്റ് ഇട്ട ശേഷം ആ വെള്ളമയം ഇല്ലാതെ ഇടണം. എല്ലാ വേസ്റ്റും ഇടാം. മീനും ഇറച്ചിയൊക്കെ ഇടാമെന്ന് പറയുന്നത്. പക്ഷെ ഞാൻ മീനോ ഇറച്ചിയുടെ അംശമൊന്നും ഇടാറില്ല. കാരണം എന്റെ വീടിന് ചുറ്റും പട്ടിശല്യം പൂച്ചശല്യം ഉണ്ട്.
അതുകൊണ്ട് എനിക്ക് പുറത്ത് വെക്കാനും പറ്റില്ല. ഞാൻ പുറത്ത് സ്റ്റോറിലാണ് അത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനകത്ത് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇടാറില്ല. ബാക്കി എല്ലാം ഇടാറുണ്ട്. ചോറ് ഇടാറുണ്ട്. കറികളൊന്നും അങ്ങനെ അധികം വേസ്റ്റ് ആയിട്ട് വരാറില്ല. പിന്നെ ബാക്കി പച്ചക്കറി വേസ്റ്റുകളും എല്ലാം ഇടാറുണ്ട്. അതിട്ടിട്ട് മുകളിൽ കുറച്ച് ചകിരിച്ചോറ് കൂടി ഇട്ട് ഇളക്കി വെക്കും. അതിനകത്ത് നമ്മുടെ ഈ കടന്തല് പോലെ ഇരിക്കുന്ന ഒരു ഈച്ചയുണ്ട്. ആ ഈച്ച ഒന്ന് മുട്ടയിട്ട് അതിന്റെ പുഴുക്കളാണ് ഇതിനെ കമ്പോസ്റ്റ് ആക്കുന്നത്. അതിന്റെ എല്ലാ ക്ലിപ്സ് എന്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ പോയി. ആ വളം അത് മൊത്തം കമ്പോസ്റ്റ് ആകുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യത്തില്ല. ഇടയ്ക്കിടയ്ക്ക് അതിൽ നിന്ന് അടിഭാഗത്തുനിന്ന് എടുത്തോണ്ടേയിരിക്കും. പിന്നെ ചെയ്യുന്നത് പുളിച്ച കഞ്ഞിവെള്ളം. ഇതൊരു ഒരാഴ്ചയെങ്കിലും ആയി. ഒരു 3 4 ദിവസമൊക്കെ ആവുമ്പഴേ യൂസ് ചെയ്ത് തുടങ്ങണം. പക്ഷെ ഞാൻ മറന്നു പോകും. പിന്നെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനത് എടുത്ത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യും. കുറേ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതിന്റെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കും, തളിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ കമ്പോസ്റ്റ് എന്ന് പറഞ്ഞത്. ഈ ഒരു പാത്രത്തിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പൊ അടിയിന്ന് കമ്പോസ്റ്റ് ആയി തുടങ്ങുന്നത് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങും കേട്ടോ. എല്ലാം അങ്ങ് കമ്പോസ്റ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്തില്ല. കാരണം ഇത് വലിയൊരു ഡ്രമ്മാണ്. അപ്പൊ അത് മൊത്തത്തിൽ നിറഞ്ഞു വരാൻ കുറേ നാളെടുക്കും. ഇതിപ്പോ മാസങ്ങളായിട്ടുള്ള കമ്പോസ്റ്റ് ആണ്. ഒരു സ്മെല്ലും ഇല്ല, ഒന്നുമില്ല. ഇതാണ് ഞാൻ ചകിരിച്ചോറ് ഉണക്കി വെച്ചിരിക്കുന്നത്. വളക്കടയിൽ ചകിരിച്ചോറ് ബ്ലോക്ക് ആയിട്ട് വേടിക്കാൻ കിട്ടും. അത് കുതിർത്ത് ഉണക്കി വെച്ചിരിക്കുന്നതാണ്. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. ഒരു സ്മെല്ലോ ഒന്നുമില്ല. നിങ്ങൾക്ക് സുഖമായിട്ട് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ അതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാല് ഞാൻ ഇത് വളമായിട്ട് ഇട്ട് കൊടുക്കുമ്പം ആ മുളകിന്റെ മൂട്ടിലൊക്കെ വേറെ തൈകളും കിളിർത്ത് വരുന്നുണ്ട്. മുളക് തൈയ്, തക്കാളി, പിന്നെ പാവല് ഇങ്ങനെ. കാരണം ഇതെല്ലാം നമ്മൾ ഇതിനകത്തല്ലേ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ അതിനകത്തുനിന്ന് വിത്തായിട്ട് വരാനുള്ളത് അങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതാണ് എന്റെ കൃഷി രീതി എന്ന് പറയുന്നത്. ഞാൻ മെയിനായിട്ട് ഇതിൽ പറയാൻ ഉദ്ദേശിച്ചത് പൂക്കാത്ത ചെടികളെയോ, ഇതിപ്പോ മുളക് തൈയാണ്, മുളക് മാത്രമല്ല വേറെ ഏതും പൂക്കാത്തതിനെ നമ്മൾ സ്നേഹത്തോട് പറഞ്ഞ് സംസാരിച്ചാൽ അത് പൂക്കും. എന്റെ എക്സ്പീരിയൻസ് ആണ്. ഇത് മാത്രമല്ല, ഇതിന് നേരത്തെ ഞാൻ പല കാര്യം കൃഷിയെന്നൊന്നും പറയുന്നില്ല. ഇതുപോലെ വെണ്ട, പാവല്, കോവയ്ക്ക, നിത്യവഴുതന ഇതൊക്കെ ഞാൻ നട്ടിട്ടുണ്ട്. അന്നേരം എല്ലാം ഇതുപോലെ പൂത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ അടുത്തിൽ നിന്ന് സംസാരിക്കും. അത് അച്ചിട്ടാണ്. ഒരു കൂടിപ്പോയ ഒരു 4-5 ദിവസം കേട്ടോ. അതിലപ്പുറത്തിൽ പൂവ് വന്നിരിക്കും, ഉറപ്പാണ്. അപ്പം എല്ലാരും കളിയാക്കും, ഇതുങ്ങൾക്ക് കേൾക്കാനുള്ള ശക്തിയുണ്ടോ, മനസ്സിലാവുമോ? എനിക്ക് തോന്നുന്നു ഇതുങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ്, അതും ജീവനുള്ള ഒരു സംഭവമല്ലേ, അതായിരിക്കാം. എന്തായാലും എനിക്ക് എന്റെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള കാന്താരി ഇപ്പൊ കിട്ടുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാം എനിക്ക് അച്ചാർ ബിസിനസ് ആണ്. പക്ഷെ ആ അച്ചാറിനകത്ത് ഇടത്തക്ക രീതിയിൽ എനിക്ക് അങ്ങനെ കാന്താരി കിട്ടാറില്ല. അതില്ലെന്നുണ്ടെങ്കിൽ കുറെ കൂടി വളർത്തണം. എന്തായാലും വിത്തെടുത്ത് വെച്ച് കുറെ കൂടി നട്ടു വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സ്ഥലമില്ല, അതാണ് പ്രശ്നം. കാരണം അത്യാവശ്യം വെട്ടവും വെളിച്ചവും ഒക്കെ വേണമല്ലോ. ഉള്ള സ്ഥലത്താണ് ഇതെല്ലാം തിങ്ങിക്കൂടി വെച്ചിരിക്കുന്നത്. ഈ വീഡിയോ എത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നറിയില്ല. അപ്പോൾ എന്തുണ്ടെങ്കിൽ കമന്റ് ഇടാൻ മറക്കല്ലേ. ബൈ, ഗോഡ് ബ്ലസ് യു.